ഹായ് ഹലോ ഗൈസ്. ഇന്ന് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇങ്ങനെ വീഡിയോ ഇടുന്നേക്കാട്ടി നമുക്ക് കുറച്ച് സംസാരിച്ചിട്ട് അതിനെക്കുറിച്ച് വീഡിയോ ഇടാം. എനിക്ക് വലിയ സംസാരിച്ചുള്ള എക്സ്പീരിയൻസും അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്താ പറയുക, നമുക്കിങ്ങനെ വെറുതെ ചിറ്റ്ചാറ്റ് ചെയ്യാം. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിങ് ഇതാണല്ലോ സൈഡിലൊരു പൂ. എങ്ങനെയുണ്ട്? ചെമ്പരത്തി പൂവായിരുന്നു ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എനിവേ കുറച്ച് നാളിന് ശേഷം ഞാൻ നിങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിൽ എന്തെങ്കിലും ഒരു ഗോള് കാണത്തില്ലേ? എനിക്കും കുറേ ഗോള് ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ ഗോൾസും ഞാനിങ്ങനെ നേടിയെടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കൊരു ഐഫോൺ വേണമെന്നുള്ളത്. അതും ആ സമയത്തെ ട്രെൻഡിനനുസരിച്ച് iPhone 15 Pro Max ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ എൻ്റെ സ്വന്തം പൈസയ്ക്ക് ഞാൻ ഐഫോൺ വാങ്ങി. ഓക്കെ, ശരിയാണ്, ഐഫോൺ എനിക്ക് കിട്ടി. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഐഫോൺ കിട്ടി എന്നൊരു ഇതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് ഐഫോൺ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഞാൻ വിചാരിക്കും, അയ്യോ ഈ ഐഫോൺ കൊണ്ട് എന്താ ഗുണം? ഇത്രയും പൈസ ഞാൻ എവിടെയെങ്കിലും വെച്ച് മറന്നുപോയാൽ, അല്ലെങ്കിൽ ആ ഫോണിനെ കെയർ ചെയ്യണം. പിന്നെ കുറച്ച് കാലം അതിന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കവർ കേസസ്, പല രീതിയിലുള്ള കേസസ് വാങ്ങുക. ഏത് കേസ് ഇട്ടാലും എൻ്റെ കയ്യിലിരുന്നാൽ വൃത്തിയില്ലാത്ത ഫോൺ കണക്കായിരിക്കും. പക്ഷേ വേറെ നമ്മൾ ആരുടെ കയ്യിൽ നോക്കിയാലും അവരുടെ കയ്യിലിരിക്കുന്ന ഫോൺ ഇപ്പം കുറഞ്ഞതാവട്ടെ, എന്നാലും അതിന് നല്ലൊരു ഭംഗിയായിരിക്കും. പക്ഷെ എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിന് മാത്രം ഒരു ഭംഗിയും കാണത്തില്ല. ചിലപ്പോൾ എൻ്റെ കയ്യിലിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഗോൾസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതൊരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഇതായിരുന്നു. അത് കിട്ടി. ഇപ്പോൾ ഒരു വലിയ ഗൈസ് അങ്ങനെ പറഞ്ഞു എന്തായിരുന്നു, അത് കിട്ടി. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നോടൊപ്പം വലിയ ക്രൈസ് ഒന്നുമില്ല. ഇപ്പം ഇടയ്ക്ക് പിന്നെ അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളാണ്. പിന്നെ ഞാൻ ഓരോ ഇപ്പോൾ ഫ്രണ്ട്സ് ആയാലും ഓരോരുത്തർ പോകുന്നത്, ഓരോ സ്ഥലങ്ങൾ പോകുന്ന സ്റ്റാറ്റസ് ഇടും. മേ ബി ഞാൻ പോയ സ്ഥലങ്ങളായിരിക്കും, ബട്ട് അവർ പോകുമ്പോഴത്തേക്ക് അതിന് വേറെ പ്രത്യേക ഭംഗിയാണ്. പക്ഷെ ഞാൻ പോകുമ്പോൾ എനിക്ക് ആ ഭംഗിയൊന്നും തോന്നാറില്ല ഗൈസ്. ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അവിടെ ചെന്നിട്ട് ഏത് തരത്തിലുള്ള വീഡിയോസ് എടുത്താലും ഫോട്ടോസ് എടുത്താലും അത് ഞാൻ ഇടുവാണെങ്കിലും എനിക്കതുകൊണ്ട് വലിയൊരു ഹാപ്പിനെസ് കിട്ടത്തില്ല. പക്ഷെ വേറൊരു ആൾക്കാർ പോയത് അതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് ഇടുമ്പോഴത്തേക്കും വിചാരിക്കും, ഇവിടെ ഇത്രയും ഭംഗിയുണ്ടായിരുന്നു, അതൊക്കെ എങ്ങനെയാ എനിക്കറിയത്തില്ല. ചിലപ്പം എനിക്ക് മാത്രം അങ്ങനെ തോന്നുന്ന ഫീലായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കൊരു ജോലി കിട്ടണമെന്നുള്ളത് കേട്ടോ. ആദ്യം അപ്പം അതിൻ്റെ ഒരു കഥയായിട്ട് ഞാൻ വരും വീഡിയോസുകളിൽ പറയാം. എങ്ങനെയാ ജോലി, ഇപ്പം ഞാൻ ഏത് ലെവലിലാണ്, അപ്പോൾ എങ്ങനെയായിരുന്നു ആ ജോലി കിട്ടിയത്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്നെങ്കിലും ഉപയോഗം ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഓരോ ലെസൺ ബേസിൽ അങ്ങനെ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നോക്കട്ടെ എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് അറിയത്തില്ല. പിന്നെ ഇന്നത്തേക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കണക്ക് ഇത്രമാത്രം ഞാൻ പറയാനാണ് ഉദ്ദേശിച്ചത്. വെറുതെ എന്തെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യണ്ടേ യൂട്യൂബിൽ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം യൂട്യൂബിൽ ഞാൻ വലിയ സ്റ്റാർ ആവുമെന്നോ, അല്ലെങ്കിൽ എനിക്ക് പ്ലേ ബട്ടൺ കിട്ടുമെന്നോ, അല്ലെങ്കിൽ എൻ്റെ അത് മോണിറ്റൈസ് ആവുമെന്നോ അങ്ങനെയൊന്നും ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നില്ല. ഇൻ കേസ് ചിലപ്പം ബിരിയാണി കൊടുത്താലോ, അങ്ങനെ ഒരു ചിന്തയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് ഇടാം. അപ്പോൾ ഇന്ന് ഇത് തന്നെ ഇടാം, എന്തായാലും ഡയറക്റ്റായിട്ട് സംസാരിക്കാൻ. ഒരു കാര്യം പറയട്ടെ ഗൈസ്, യഥാർത്ഥത്തിൽ ഞാനിങ്ങനെ ഒരുപാട് ഡയറക്റ്റ് എനിക്ക് അടുത്ത് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. ഭയങ്കര സ്റ്റേജ് ഫിയർ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലുള്ള ഒരാളാണ്. എനിക്ക് സ്റ്റേജ് ഫിയർ, ഒരാളെ മുന്നിൽ നിന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന് മുമ്പിൽ നിന്ന് സംസാരിക്കുക, അങ്ങനെയൊക്കെയുള്ളത് ഭയങ്കരമായിട്ട് പേടിയായിട്ടുള്ള ഒരാളാണ് കേട്ടോ. എന്തോ എനിക്കങ്ങനെ പറ്റത്തില്ല. പണ്ട് എൻ്റെ അമ്മച്ചി പറയും, എന്നെ സ്റ്റേജിൽ പാട്ട് പാടാൻ കൊണ്ട് നിർത്തുമ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് ഓടി ഒളിച്ച കഥയൊക്കെ അവർ പറയുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ, ഇപ്പം എനിക്കിങ്ങനെ ഞാൻ ചെറുതായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ എല്ലാവരുമായിട്ടും ഒരുവിധം ഫ്രണ്ട്ലി ആയിട്ടാണ്. ഞാനുമായിട്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ളവർക്കറിയാം ഞാൻ എന്തുമാത്രം ഫ്രണ്ട്ലിയാണ് അവരുമായിട്ടുള്ളത്. ചിലർക്ക് ഞാൻ ഇങ്ങോട്ട് എന്ത് വാല്യൂ തരുന്നോ ആ വാല്യൂ ഞാൻ എല്ലാവർക്കും തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരാളാണ്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എൻ്റെ ചാനൽ വേണമെങ്കിൽ ഫോളോ ചെയ്യാം, വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ചിലപ്പം ബിരിയാണി കൊടുത്താലോ, ഇൻ കേസ് ബിരിയാണി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും തരും ഗൈസ്. ഞാൻ ഒറ്റയ്ക്ക് കഴിക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ശരി, ഇന്നത്തേക്ക് ഈ വീഡിയോ മതി. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങളുടെ കമൻറ്റും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. കാണണം. ബൈ, ഗുഡ് നൈറ്റ്.